2008 മാർച്ച് 24 ഗുഡ്ഗാവ് പോലീസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. രാത്രി 10:11 കൂടി ACP രാജ്ബീർ സിംഗ് കൊല്ലപ്പെട്ടു. പക്ഷെ പോലീസിനൊന്നും വിശ്വാസം വന്നില്ല. ACP രാജ്ബീർ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പേരെടുത്ത ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സെല്ലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു രാജ്ബീർ സിംഗ്. മുംബൈയിൽ ദയാനായിക് പോലെ തന്നെയായിരുന്നു ഡൽഹിയിലെ ACP രാജ്ബീർ സിംഗ്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കണ്ടമാനം ടെററിസ്റ്റുകളെ, നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്ക്, അതുപോലെ തന്നെ റെഡ് ഫോർട്ട് അറ്റാക്ക്, ഇതിൻ്റെയൊക്കെ അന്വേഷണവും ഫോളോ അപ്പും പ്രതികളെ അറസ്റ്റ് ചെയ്തു ഒക്കെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്ന രാജ്ബീർ സിംഗിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവനിൽ ഭീഷണി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ Z++ കാറ്റഗറിയുള്ള സെക്യൂരിറ്റിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 6.25 അടി പൊക്കവും അതിനനുസരിച്ചുള്ള ശരീരപുഷ്ടി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കീഴ്പ്പെടുത്താനായിട്ട്, നിരായുധനായി പോലും കീഴ്പ്പെടുത്താൻ സാധാരണക്കാർക്ക് സാധ്യമായിരുന്നില്ല. അത്രയും ആരോഗ്യമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു നമ്മളുടെ ACP രാജ്ബീർ സിംഗ്. 1982 അദ്ദേഹം ഡൽഹി പോലീസിലെ SI പോസ്റ്റിലേക്ക് സെലക്ട് ആവുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഏകദേശം 13 വർഷത്തെ സർവീസ് എഫക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സത്യസന്ധതയോടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുകയും പല എൻകൗണ്ടറുകൾ, ഏകദേശം 56ഓളം പ്രമാദമായിട്ടുള്ള എൻകൗണ്ടറിന് നേതൃത്വം കൊടുത്താണ് ACP രാജ്ബീർ സിംഗ്. ഓരോ സമയത്തും അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരുന്നു. 13 വർഷത്തെ സർവീസിനുള്ളിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു സൗഭാഗ്യം തന്നെയായിരുന്നു. 13 വർഷത്തിനുള്ളിൽ തന്നെ ACP റാങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ ആൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ രാജ്ബീർ സിംഗ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സാധാരണ ഒരു പോലീസുകാരന് Z+ കാറ്റഗറി സെക്യൂരിറ്റി കിട്ടുന്നത് അപൂർവമായിട്ട് തന്നെ സംഭവിക്കാറുള്ളൂ. അതും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവൻ ഭീഷണി, ടെററിസം ഇങ്ങനെ അദ്ദേഹം മാറിയതിനു ശേഷം ഇദ്ദേഹത്തിന് വളരെ ഭീഷണികൾ വന്നിരുന്നു എന്നും അതുകൊണ്ട് ഡൽഹി പോലീസുകാർക്ക് Z+ കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തിരുന്നു എന്നും ആണ് പറയപ്പെടുന്നത്. അന്നത്തെ DCP ആയിരുന്ന അശോക് ചന്ദ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ. ഏകദേശം 56ഓളം എൻകൗണ്ടേഴ്സിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം പാർലമെൻറ്റ് അറ്റാക്കിലെ അഫ്സൽ ഗുരു, ഗിലാനി, ഷൗക്കത്തും മുതലായ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, പിന്നെ അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സൊക്കെ നേതൃത്വം നൽകിയിരുന്നതും ACP രാജ്ബീർ സിംഗ് തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം പറയപ്പെടുന്നത് കണ്ടമാനം പണം സംഭരിക്കുക, അല്ലെങ്കിൽ പല വിധത്തിലും പണം സമ്പാദിക്കാൻ ഇടപഴകുകയും പിന്നെ പ്രോപ്പർട്ടികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർട്ടി ഡീലേഴ്സിൻ്റെ ത്രൂ ഒക്കെ ചെയ്തിരുന്നതായൊക്കെ പറയപ്പെടുന്നുണ്ട്. ഗോസിപ്പുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അൺഒഫീഷ്യലായിട്ടുള്ള ഗോസിപ്പുകളിൽ. അപ്പോൾ പ്രോപ്പർട്ടി, നാർക്കോട്ടിക്സ്, ഇതിലൊക്കെ പല നേരമായിട്ടുള്ള സംഭാഷണങ്ങളും ലീക്ക് ഔട്ട് ആവുകയും വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷനിലേക്ക് എത്തപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിനെ SOS സ്പെഷ്യൽ ഓപ്പറേഷൻ സ്ക്വാഡിലേക്ക് മാറ്റുകയും YS നെടുവാൾ കമ്മീഷണറായിട്ട്, ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് വന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സ്പെഷ്യൽ ഓപ്പറേഷൻ സ്ക്വാഡിലേക്ക് മാറ്റപ്പെടുകയും അമർ കോളനി എന്ന സ്ഥലത്തായിരുന്നു ഇവരുടെ ഓഫീസുണ്ടായിരുന്നത്. അന്ന് ഇതിൻ്റെ DCP ആയിരുന്നത് അനിൽ ശുക്ല ആയിരുന്നു. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ Z+ കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഒരു ദിവസം 2008 ഇദ്ദേഹം രാത്രി 8 മണിയോട് കൂടിയിട്ട് ഗുഡ്ഗാവിലേക്ക്, ഇദ്ദേഹം ഗുഡ്ഗാവിലത്തെ ഒരു താമസക്കാരനായിരുന്നു, ഹരിയാനക്കാരനായിരുന്നു. അവിടുന്ന് വന്നിട്ടുള്ള ആളാണ്. ഡൽഹി പോലീസിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകുക സാധാരണയായിട്ട് പോകാറുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അന്ന് പതിവ് പോലെ അദ്ദേഹം ഡൽഹി ഗുഡ്ഗാവ് റോഡിൽ കൂടെ അമർ കോളനിയിൽ നിന്ന് യാത്ര തിരിക്കുന്നു. വൈകിട്ട് 7:30 ശേഷം 8 മണിയോടുകൂടി അദ്ദേഹം മെറോളി ഗുഡ്ഗാവ് റോഡിലുള്ള ഒരു പെട്രോൾ പമ്പിൽ വന്ന് വണ്ടി നിർത്തുകയും അതിനടുത്തുള്ളൊരു പ്രോപ്പർട്ടി ഡീലറുണ്ട്, വിജയ് ഭരദ്വാജ്. അദ്ദേഹമായിട്ട് പല ബന്ധങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ചേട്ടനായിരുന്നു വിജയ് ഭരദ്വാജ്. വിജയ് ഭരദ്വാജ് ഒരേ വില്ലേജിൽ ഉള്ള ആൾ തന്നെയായിരുന്നു. നമ്മളുടെ രാജ്ബീർ സിംഗിൻ്റെ അതേ വില്ലേജിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു വ്യക്തിബന്ധവും സൗഹൃദ ബന്ധവും ഒക്കെ തുടങ്ങുകയും 10-20 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഇവർ സൗഹൃദം ബിസിനസ്സിലേക്ക് വഴിമാറുകയായിരുന്നു. അപ്പോൾ പണം സഹായിച്ചുകൊണ്ട് വിജയ് ഭരദ്വാജിനെ അദ്ദേഹം
പ്രോപ്പർട്ടിയിലെ ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ കാലക്രമേണ ഒരു പ്രോപ്പർട്ടി ഡീലർ എന്നുള്ള നിലയിൽ നിന്നും ഇൻവെസ്റ്റർ എന്നുള്ളൊരു നിലയിലേക്ക് വലിയ വലിയ പ്രോപ്പർട്ടികളുടെ ഡീലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ തുടങ്ങിയതായിട്ട് പറയപ്പെടുന്നു. വിജയ് ഭരദ്വാജിന് ഏകദേശം പറയപ്പെടുന്നത് 60 ലക്ഷം രൂപ രാജ്ബീർ സിംഗ് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുത്തെന്നും അത് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ 97 ലക്ഷം ആയിരുന്നെന്നും പറയപ്പെടുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് മറിച്ച് വിറ്റ് പണം വന്നു കഴിഞ്ഞപ്പോൾ അത് ACP രാജ്ബീർ സിംഗിൻ്റെ വിഹിതം കൊടുത്തില്ലായിരുന്നു എന്നും മറ്റുള്ളവരുടെയൊക്കെ വിഹിതം ടൈമിന് കൊടുക്കുകയും രാജ്ബീർ സിംഗിൻ്റെ മാത്രം വിഹിതം കൊടുക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ രാജ്ബീർ സിംഗ് ഇതിനെ ചൊല്ലി വിജയ് ഭരദ്വാജായിട്ട് പലപ്പോഴും വാക്കേറ്റുണ്ടാവുകയും അത് വളരെ ഒരു ദുഷ്കരമായ സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്തു. രാജ്ബീർ സിംഗ് പലപ്പോഴായിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും പണം പറഞ്ഞ സമയത്തിന് തന്നില്ലെങ്കിൽ നിൻ്റെ കുടുംബം അടക്കം ഞാൻ തീർത്ത് കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് ആയും പറയപ്പെടുന്നു. വിജയ് ഭരദ്വാജിൻ്റെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു കൊണ്ട് തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ അവർക്ക് അറിയായിരുന്നു. അവർ ഓഫീസുകളിലേക്ക് പോകാറില്ല. പെട്രോൾ പമ്പിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വണ്ടിക്കടുത്ത് നിൽക്കുന്നു. ACP രാജ്ബീർ സിംഗ് വിജയ് ഭരദ്വാജിൻ്റെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യുന്നു ഏകദേശം 8 മണിയോട് കൂടിയിട്ട്. അപ്പോൾ വിജയ് ഭരദ്വാജ് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്, പണം എന്ത് തന്നെ സംഭവിച്ചാലും തന്നിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല പല ഡേറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്ബീർ സിംഗിന് വളരെ ദേഷ്യം വരികയും അവനോട് വളരെ ചൂടായി സംസാരിക്കുകയും വളരെ വാക്കേറ്റങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് നീ പണം തന്നില്ലെങ്കിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിജയ് ഭരദ്വാജ് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു പ്രോപ്പർട്ടിയുടെ ഡീലിങ്ങിൽ അദ്ദേഹത്തിന് കുറേ പണം കിട്ടാനുണ്ടെന്നും അദ്ദേഹം പല പല ഡേറ്റുകളായി മാറ്റി മാറ്റി പറയുന്നു കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്തതെന്നും ഒരു റിവോൾവർ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ കാട്ടി ഭയപ്പെടുത്തിയ പണം അയാൾ സമയത്തിന് തരുമെന്നും വിജയ് ഭരദ്വാജ് പറയുന്നു. അപ്പോൾ രാജ്ബീർ സിംഗ് അദ്ദേഹത്തിന് ഒരു 32 ബോർ ഫുള്ളി ലോഡഡ് ഗൺ കൊടുത്തെന്നും പറയപ്പെടുന്നു. അത് വിജയ് ഭരദ്വാജിൻ്റെ ഭാഷയാണ്. അദ്ദേഹം പോലീസിന് കീഴടങ്ങിയതിന് ശേഷം അത് മീഡിയക്കാരോടും പറഞ്ഞതായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ചെല്ലുന്നു. അപ്പോൾ വിജയ് ഭരദ്വാജിന് പണം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി മദ്യം റെഡിയാക്കി വെച്ചിരുന്നു. എല്ലായിടത്തും റെഡിയാക്കിയിട്ട് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മദ്യസേവയാവാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മദ്യം കഴിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വയ്ക്കുന്നു. രാജ്ബീർ സിംഗ് ഷർട്ടെല്ലാം ഊരി അവിടെ ഇട്ട് കസേരയുടെ മുകളിലിട്ടിട്ട് അവിടെ ഇരിക്കുന്നു. ഇത്രയും Z+ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി, സ്വന്തം കയ്യിൽ പല ആയുധങ്ങൾ ഉള്ള ആള്, ഇത്ര ആരോഗ്യമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും ഒരാൾക്കും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് ഡൽഹി പോലീസിന് പോലും വിശ്വാസം വന്നിരുന്നില്ല ഈ കാര്യം. അപ്പോൾ അന്ന് ഉന്തും തള്ളു ആയിരുന്നു. വിജയ് ഭരദ്വാജിനെ അയാൾ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നു. ഏകദേശം ഒരു 8:30-ക്കുള്ളിലായിട്ട് കറണ്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ എന്നുള്ള വ്യാജേന രാജ്ബീർ സിംഗിൻ്റെ പിന്നിൽ കൂടെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇരുട്ടായ കാരണങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. രാജ്ബീർ സിംഗ് ഇങ്ങനെ പെട്ടെന്നുള്ളൊരു അറ്റാക്കും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പോയിന്റ് ബ്ലാങ്ക് നിന്ന് വിജയ് ഭരദ്വാജ് രാജ്ബീർ സിംഗിൻ്റെ നേരെ നിറയൊഴിക്കുന്നു ഇരുട്ടത്ത്. അപ്പോൾ അത് ആദ്യത്തെ ബുള്ളറ്റ് കൊള്ളുന്നത് കഴുത്തിലാണ്. കഴുത്തിൽ ബുള്ളറ്റ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജ്ബീർ സിംഗിന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഒരു സെക്കൻഡ് ബുള്ളറ്റ് വരുന്നു. അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് ഹിറ്റ് ചെയ്തത്. ഉടനെ അദ്ദേഹം മരിച്ച് ആ ടേബിളിലേക്ക് വീഴുകയായിരുന്നു. രാജ്ബീർ സിംഗിന് ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ വിജയ് ഭരദ്വാജ് ഒരു നിമിഷം കൊണ്ട് അയാൾ കീഴടക്കുമായിരുന്നു. ഇങ്ങനെ പല സിറ്റുവേഷനിലും രാജ്ബീർ സിംഗ് വളരെ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുകയും രക്ഷപ്പെട്ടു പോരുകയും ചെയ്തിട്ടുണ്ട്, പല പല എൻകൗണ്ടർ ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് രാജ്ബീർ സിംഗിന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. ഒരു പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നും അദ്ദേഹം കൊടുത്ത ഒരു ആയുധത്തിൽ നിന്ന് തന്നെ മരണപ്പെടുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അദ്ദേഹം പണം കൊടുക്കുന്നു, ആ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പണത്തിന് ചൊല്ലി സംസാരം ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. അദ്ദേഹം തന്നെ കൊടുത്ത ഒരു തോക്കിൽ നിന്നുള്ള നിറയേറ്റ് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം വിജയ് ഭരദ്വാജ് എവിടെയും പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് പോയി പോലീസിൽ കീഴടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം
അവിടെ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ ഏകദേശം 2-2.5 മണിക്കൂറോളം ചിലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ പോയി കഴിഞ്ഞാൽ സംസാരവും അങ്ങനെ മദ്യസേവയൊക്കെ ആയിട്ട് കുറേ സമയം ചിലവാകുന്നത് തന്നെ സെക്യൂരിറ്റിക്ക് ഇതിലൊരു ഡൗട്ട് തോന്നിയില്ല. അവർ പെട്രോൾ പമ്പിൽ കുറച്ച് ദൂരെയായിട്ട് അവരവരുടെ വണ്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടി പിന്നാലെ ഉള്ള ഒരു വണ്ടിയിലാണ് അവർ വന്നിരുന്നത്. അപ്പോൾ അവർ പെട്രോൾ പമ്പിൽ നിന്നോളാൻ പറഞ്ഞു. അവർ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം 10:15 കൂടിയിട്ട് വിജയ് ഭരദ്വാജ് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഒരു പോലീസ് വണ്ടിയിൽ കയറി ഇരിക്കുന്നു. സെക്യൂരിറ്റി എല്ലാവർക്കും ഇയാളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ഭരദ്വാജിൻ്റെ ഓഫീസിലേക്ക് പലപ്പോഴായിട്ട് രാജ്വീർ സിംഗ് വരാറുണ്ട്. സെക്യൂരിറ്റി അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. രാജ്വീർ സിംഗിൻ്റെ കാറിലാണ് കയറിയിരിക്കുന്നു. എവിടെ പോകുന്നു എന്ന് അവർ ചോദിച്ചപ്പോഴത് പറയാതെ അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗുഡ്ഗാവിൻ്റെ ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം പോലീസിന് ഫോൺ ചെയ്തിരുന്നു, മീഡിയക്കാർക്ക് ഫോൺ ചെയ്തിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൽഹി പോലീസിന് ക്രൈംബ്രാഞ്ചിന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയുന്ന തന്നെ ഇയാൾക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീഡിയയുടെ മുമ്പിൽ സറണ്ടർ ആവാനായിരുന്നു ഇയാളുടെ താല്പര്യം. ആ മീഡിയക്കാരുടെ മുമ്പിൽ ഓൺ ക്യാമറ സറണ്ടർ ആവുകയാണെങ്കിൽ എൻകൗണ്ടർ ചെയ്യാനായിട്ട് പോലീസ് മടിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അറിയുന്ന ഒരു പോലീസുകാരനും ഇയാൾ ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് വരുന്നു, ഇദ്ദേഹം പോയിട്ട് അതിനിടയ്ക്ക് മീഡിയക്കാർക്ക് മുമ്പിൽ മൊഴി നൽകുന്നു. മീഡിയക്കാർ ഇത് അരമണിക്കൂറിനുള്ള എല്ലാ മീഡിയക്കാരും അവിടെ കൂടുന്നു. പയ്യെ അറിഞ്ഞാണ് എല്ലാവരും എത്താൻ തുടങ്ങിയത്. വളരെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ഡൽഹിയിലുള്ള ഹരിയാനയിലുള്ള മീഡിയക്കാർ മൊത്തം അവിടെ എത്തുന്നു. വലിയ ന്യൂസ് ആകുന്നു. ഡൽഹി പോലീസ് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അവിടെ എത്തുന്നു, ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു തുടങ്ങുന്നു. അപ്പോൾ അതിനുശേഷം വളരെ വലിയ കോൺട്രവേഴ്സികളൊക്കെ വരുന്നു, സംസാരങ്ങളൊക്കെ വരുന്നു. അദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഡീലിങ്ങും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലും ഉള്ള പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മരണത്തിന് കാരണമായത് എന്നൊക്കെയുള്ള ഡൽഹി പോലീസിന് വളരെ നാണക്കേടുണ്ടാക്കിയൊരു കാര്യമാണ്. അത് കേസ് ഇതൊക്കെ ആയിട്ട് ഭരദ്വാജ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പ്രൊസീഡിങ്സായിട്ട് നടന്നു പോകുന്നു. അദ്ദേഹത്തിന് രാജ്വീർ സിംഗ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിൽ 56 എൻകൗണ്ടർ ചെയ്തിട്ട് പ്രമാദമായിട്ടുള്ള വലിയ കേസുകളിലൊക്കെ എൻകൗണ്ടർ ചെയ്ത് പല ക്രിമിനൽസിനെയും ഹാർഡ് കോർ ക്രിമിനൽസിനെ ഹരിയാന UP മാതിരിയുള്ള സ്ഥലങ്ങളിലുള്ള വളരെ വലിയ ക്രിമിനൽസിനെയൊക്കെ എൻകൗണ്ടറിൽ കൊന്നിട്ടുള്ളതാണ് രാജ്വീർ സിംഗ്. നമ്മൾ ഡൽഹിയിലുള്ള സമയത്ത് പലപ്പോഴും രാജ്വീർ സിംഗിൻ്റെ ഓപ്പറേഷനെ പറ്റി കേൾക്കാറുണ്ട്. TV ന്യൂസ് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണാറുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത് നിന്നിരുന്ന ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തന്നെയാണ്, സ്പെഷ്യൽ സെല്ലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടർ മോഹൻചന്ദ് ശർമ്മ. ഇദ്ദേഹം പിൽക്കാലത്ത് ബാട്ല ഹൗസ് എൻകൗണ്ടറിൽ മരണപ്പെടുകയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ മോഹൻചന്ദ് ശർമ്മ ബാട്ല ഹൗസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു എൻകൗണ്ടർ നടന്നിരുന്നു. അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ രാജ്വീർ സിംഗ് ഇങ്ങനെ മരണപ്പെടുന്നു. ആ കേസും ഇതായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ തീരുമാനങ്ങൾ പിന്നീട് വരുന്നു. അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുന്നു. പിന്നെ ലോവർ കോർട്ട്, പിന്നെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കേസുകൾ നടന്നു വരുന്നു. ഇത്രയും വിദഗ്ധനായിട്ടുള്ള ഒരു ACP രാജ്വീർ സിംഗ് ഇത്ര ചെറിയ ഒരു പ്രശ്നത്തിൽ ഇടപെടുകയും അല്ലെങ്കിൽ വന്ന് വീഴുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ കൊണ്ട് തീരുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ വലിയ ആഗ്രഹമായിരുന്നു അയാളുടെ മകനെ പഠിപ്പിച്ച് IPS ആക്കണമെന്നുള്ള ആഗ്രഹം അയാൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്. ഇദ്ദേഹത്തിന് ഒരു കൺഫേർഡ് IPS കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ACP റാങ്ക് വരെ എത്തിയിരുന്നു. വളരെ ചെറുപ്പമായിരുന്നു. അധികം സർവീസ് കണ്ടമാനം ബാക്കിയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ACP രാജ്വീർ സിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അന്ന് 16 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. പിൽക്കാലത്ത് UPSC എഴുതി പാസ്സായി നല്ല റാങ്കിൽ പാസ്സായ രോഹിത് സിംഗ് IPS നേടുകയും ഡൽഹി പോലീസിൽ തന്നെ പോസ്റ്റിങ്ങിൽ ജോലി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്നത് ACP രാജ്വീർ സിംഗിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു രോഹിത് സിംഗിനെ IPS ആക്കണം എന്നുള്ളത്. അച്ഛൻ്റെ ആഗ്രഹം അദ്ദേഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊക്കെ ജോലി കിട്ടാനുള്ള ഒരു തത്രപ്പാട് പോലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു നെഗ്ലിജൻസൊക്കെ പറഞ്ഞപ്പോൾ കണ്ടമാനം മീഡിയയിൽ ന്യൂസൊക്കെ വന്നിരുന്നു. വളരെ ബുദ്ധിമുട്ടോടെ ആണ് അതിനുശേഷം രാജ്വീർ സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്വീർ സിംഗിൻ്റെ ഫാമിലി ജീവിച്ചു പോകുന്നത് വളരെ കഷ്ടപ്പാടോടുകൂടിയാണ്. അവർക്ക് ചെറിയ തോതിലുള്ള ക്ലാസ് 4 ഒരു ജോലി ഡൽഹി പോലീസിൽ പിന്നീട് കൊടുക്കുകയുണ്ടായി. അതിൽ നിന്നാണ് മക്കളെ പഠിപ്പിച്ച് അദ്ദേഹം നല്ല നിലയ്ക്ക് എത്തിച്ചത് എന്നും
പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രയോ വലിയ ഉയരങ്ങളിൽ എത്താമായിരുന്ന രാജ്ബീർ സിംഗ് ഒരിക്കലും അദ്ദേഹത്തിനെ പോലും പേടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സിനെ DCP ജോയിൻറ്റ് കമ്മീഷണർ റാങ്ക് അല്ലെങ്കിൽ കമ്മീഷണർ റാങ്കിലുള്ള ആളുകൾക്ക് പോലും രാജ്ബീർ സിംഗിനെ ഭയം ഉണ്ടായിരുന്നു എന്ന് ഒരു പല വൃത്തങ്ങൾ പറയുന്നുണ്ട്, ഗോസിപ്പുകളിൽ പറയാറുണ്ട്. പലപ്പോഴും ജോയിൻറ്റ് കമ്മീഷണർ DCP പറഞ്ഞ കാര്യങ്ങൾ ചില അവസരങ്ങളിൽ രാജ്ബീർ സിംഗ് കേൾക്കാറില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് അല്ലെങ്കിൽ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു ഓഫീസർ മരണപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായതായിട്ട് അറിവിലില്ല. ഇത് ഒരു പ്രമാദമായ കേസായിരുന്നു. ഏതായാലും വിജയ് ഭരദ്വാജിന് ജീവനത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും രാജ്ബീർ സിംഗ് ACP രാജ്ബീർ സിംഗിൻ്റെ കഥ ഇവിടെ തീരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. I will come with more videos. Thank you for watching.